ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബാസ് വേൾഡ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. പെരിന്തൽമണ്ണ ചുങ്കം പട്ടിക്കാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് വിയറ്റ്നാം വേലി എന്ന് പറയുന്ന ചക്ക പ്ലാന്റ് ആണ്. ഇതിപ്പോൾ പൊതുവെ എല്ലാവരും വീട്ടിലും ഉള്ള ഒരു സാധനമാണ്. ഇതെന്ന വർഷത്തിൽ ഓൾ ടൈം ചക്കയാണ്. എല്ലാ ടൈമിലും ചക്ക ഉണ്ടാവും. നല്ല മധുരമുള്ള ചക്കയായിരിക്കും. അപ്പോൾ ഇത് അടുത്തത് ഇത് J33 എന്ന് പറയുന്ന ചക്ക. വേൾഡിൽ ഏറ്റവും മധുരം കൂടിയ ചക്ക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. J33. ഇത് റംബുട്ടാൻ N18 എന്ന് പറയും. ഇപ്പോൾ ഒരു 18 എണ്ണം വെച്ചാൽ ഒരു കിലോ തൂക്കം വരും എന്നാണ് പറയുന്നത്. N18. ഇത് കാലാപ്പാടി നടന്ന മൂച്ചയാണ്. കൊല്ലത്തിൽ 3 ടൈമിലൊക്കെ മാങ്ങ ഉണ്ടാവും ഇടുന്നത്. ഇടയ്ക്കൊക്കെ വണ്ടികൾ പോണ റൂട്ട് കൂടെ വണ്ടി പോണ സൗണ്ട് ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കണം. ഇത് തായ്ലൻഡ് ഓൾ സീസൺ എന്ന തായ്ലൻഡ് പിങ്ക് പേര. ഇത് പാകിസ്ഥാൻ മൾബറി. നല്ല മധുരമുള്ള മൾബറി, നല്ല നീളമുള്ള മൾബറിയാണിത്. അബിയു പറഞ്ഞ ഫ്രൂട്ടാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ മരമുന്തിരിനെ കുറിച്ച് പറഞ്ഞു തന്നീനല്ലോ. അത് ഫസ്റ്റ് വീഡിയോ സബാറ അറിയുന്ന ഒരു ഇനാണിത്. ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഉമ്മാൻ്റെ കുറച്ച് പച്ചക്കറികളാണ്. വെണ്ടക്ക, മുളക്, അങ്ങനെയുള്ള ഐറ്റംസ്. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തന്നെ നിറച്ച് പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇത് കഴിച്ചാൽ നമ്മൾ ഏത് പുളിയുള്ള സാധനം നല്ല മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ ഇത് കഴിച്ചിട്ടൊരു നാരങ്ങ കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമായിട്ട് ഫീൽ ചെയ്യും. ഇത് പിന്നെ സ്വീറ്റ് അമ്പാഴം. പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പുളിയുള്ള ടൈപ്പ് അമ്പാഴങ്ങയാണ്. പക്ഷെ ഇത് നല്ല മധുരമായിരിക്കും അമ്പാഴങ്ങ. ഒരു പേരക്കയാണ്. നല്ല കിലോ പേര അറിയും. അപ്പോൾ ഒരു പേരന്നെ അല്ല 1 കിലോ തൂക്കം വരുന്നൊക്കെ ആ ടൈപ്പ് പേരക്കയാണ്. ഇത് നമ്മുടെ ഉറുമാമ്പഴം പറയുന്നത് ഫ്രൂട്ടാണ്. അതൊക്കെ ഇപ്പോൾ ഒരു വെച്ചിട്ടൊരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ കായ വരും. ഇപ്പോൾ ഈ പേരക്കയിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. ചില തൈകളൊക്കെ പെട്ടെന്ന് കായ്ക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളവും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് ഇരിക്കും. ബാക്കിയില്ല ഇതൊക്കെ നല്ല വെയിലൊക്കെ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ പെട്ടെന്ന് കായ്ച്ചു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്, ബൈ.